ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെഷൻ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും അവസാനത്തെ സെഷനിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചും ജനറലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ളതും ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ പറയുന്നത് പോളിനോമിയൽ ഇക്വേഷൻ ഇൻ y, y dash, y double dash, etc. yn, the nth derivative. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഈ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, എക്സെട്ര nth ഓർഡർ ഡെറിവേറ്റീവ്സിലുള്ള പോളിനോമിയൽ ഇക്വേഷനായിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആ പോളിനോമിയൽ ഇക്വേഷനായിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കതിനകത്തുനിന്ന് ഡിഗ്രിയെ വളരെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പോളിനോമിയൽ ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റുന്നുവെങ്കിൽ മാത്രമേ നമുക്കവിടെ ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലാത്ത ഒരു കേസിലും നമുക്ക് ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് നമ്മളിതിനകത്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ഈ ഇക്വേഷൻ 1നെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അതിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, എക്സിലുള്ളൊരു ഫംഗ്ഷനായി ഇ റേസ് ടു എക്സ് ഉണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദിസ് ഈസ് പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഡി വൈ ബൈ ഡി എക്സ് ആൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് ആൻഡ് വൈ ഡബിൾ ഡാഷിലുള്ള പോളിനോമിയൽ ഇക്വേഷനാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു എക്സാമ്പിളും കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഡി ക്യൂ വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്, എ ഫംഗ്ഷൻ ഇൻ എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്, എക്സിലുള്ളൊരു ഫംഗ്ഷൻ. ഇവിടെ അതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് വൈ ഡാഷ് വരുന്നുണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. ഇവിടെ വൈ ട്രിപ്പിൾ ഡാഷ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷനെയും ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഇക്വേഷനകത്ത് ഡെറിവേറ്റീവ്സ്, ഓർഡിനറി ഡെറിവേറ്റീവ്സ് കാണുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് ഇക്വേഷൻസും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ഓൾസോ ഇതും ഒരു പോളിനോമിയൽ ഇക്വേഷനാണ് ഇൻ വൈ, വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ് ആൻഡ് വൈ ട്രിപ്പിൾ ഡാഷ്. ഇൻ വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ്, വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ് ആൻഡ് വൈ ട്രിപ്പിൾ ഡാഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പോളിനോമിയൽ ഇക്വേഷനാണ്. മൂന്നാമതായിട്ട് ഒരു എക്സാമ്പിളും കൂടി എഴുതിയിട്ട് നമ്മളതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡി വൈ ബൈ ഡി എക്സ് വൈ ഡാഷ് ഉണ്ട്, ബട്ട് സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് കൂടെ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു പോളിനോമിയൽ ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇക്വേഷൻ. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മൂന്നും അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും പോളിനോമിയൽ ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ വൈ ഡാഷിലും വൈ ഡബിൾ ഡാഷിലുള്ള പോളിനോമിയൽ ഇക്വേഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ വൈ ഡാഷിലും വൈ ഡബിൾ ഡാഷിലും വൈ ട്രിപ്പിൾ ഡാഷിലുള്ള പോളിനോമിയൽ ഇക്വേഷനാണ്. തേർഡ് ഇക്വേഷൻ പോളിനോമിയൽ ഇക്വേഷനേ അല്ല, വൈ ഡാഷിലോ വൈ ഡബിൾ ഡാഷിലോ വൈ എന്നിലോ ഉള്ള പോളിനോമിയൽ ഇക്വേഷനേ അല്ല. ഈ കേസിൽ പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ആരെ പറയാൻ കഴിയുള്ളൂ, ഡിഗ്രിയെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പോളിനോമിയൽ ഇക്വേഷനാക്കി എഴുതാൻ പറ്റുന്ന സാഹചര്യത്തിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവറാണ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ പോളിനോമിയൽ ഇക്വേഷനായിട്ട് എഴുതുന്ന സമയത്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ പോളിനോമിയൽ ഇക്വേഷനായിട്ട് എഴുതുന്ന സമയത്ത്
അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവർ ഓർ ദി ഹയസ്റ്റ് പവറാണ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ പോളിനോമിയൽ ഇക്വേഷനായിട്ട് എഴുതിയിട്ട് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവറാണ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് തന്നെ നമുക്കൊന്നുകൂടെ വരാം. ഈ ഇക്വേഷൻ 1നെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ dy/dx ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. d²y/dx² ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dx² ആണ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dx² ആയതുകൊണ്ട് തന്നെ അതിന് എക്സിസ്റ്റ് ചെയ്യുന്ന മാക്സിമം പവർ d²y/dx² ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ. അതിന് എക്സിസ്റ്റ് ചെയ്യുന്ന മാക്സിമം പവർ 1 ആണ്. അതുകൊണ്ട് ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 1. അതോടൊപ്പം തന്നെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dx² ആണ്. അതുകൊണ്ട് ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1നെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 ഈസ് സെക്കൻഡ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഈ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. എമംഗ് ദീസ് ഓൾ ഡെറിവേറ്റീവ്സ്, ഈ എല്ലാ ഡെറിവേറ്റീവ്സിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാക്സിമം ഓർഡറിൽ വരുന്ന ഡെറിവേറ്റീവ് d³y/dx³ ആണ്. ആ d³y/dx³ ഹയസ്റ്റ് പവർ, ആ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. ദർഫോർ ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 1 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d³y/dx³ ആയതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 3. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2നെ നമുക്ക് പറയാൻ സാധിക്കും. അവർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ തേർഡ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഡിഗ്രി. അറ്റ് ലാസ്റ്റ് ദ തേർഡ് ഇക്വേഷനിലേക്ക് നമുക്ക് വരാം. തേർഡ് ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി നോക്കൂ, ഇതിനകത്ത് പോളിനോമിയൽ ഇക്വേഷൻ അല്ല. അതുകൊണ്ട് തന്നെ പോളിനോമിയൽ ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്കവിടെ ഡിഗ്രിയെ പറയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കതിനെ ഡിഗ്രിയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് ദ ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാണ്? 1 ആണ്. ദർഫോർ ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, പക്ഷേ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിഗ്രി ഡിഫൈൻഡ് അല്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ നമുക്ക് പറയാൻ സാധിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഡെറിവേറ്റീവ്സിലുള്ള പോളിനോമിയൽ ഇക്വേഷനാക്കി എഴുതുകയും ആ പോളിനോമിയൽ ഇക്വേഷൻസിനകത്ത് നിന്ന് വരുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവറിനെയാണ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഓർഡറിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഡിഗ്രിയെക്കുറിച്ച് പറഞ്ഞു. ഓർഡറും ഡിഗ്രിയും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോകാം. എക്സാമ്പിൾ 1, dy/dx is equal to cos x. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പോളിനോമിയൽ ഇക്വേഷനാണ്. അയാളുടെ മാക്സിമം ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy/dx ആണ്. അതുകൊണ്ട് തന്നെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് ഇതിനകത്ത് ഡിഗ്രി ഓഫ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, മാക്സിമം പവർ ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് dy/dx ആയതുകൊണ്ട് തന്നെ ഡിഗ്രിയും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ
example 2 xy into d square y by dx square plus x into dy by dx whole square minus y into dy by dx minus y into dy by dx is equal to 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന dy by dx എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, dy by dx ഹോൾ സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, d square y by dx square എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d square y by dx square ആണ്. ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d square y by dx square ആയതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് പറയാം. ദ മാക്സിമം പവർ ഓഫ് ദി പൊളിനോമിയൽ ഇക്വേഷനാണ് dy by dxലും d square y by dx സ്ക്വയറിലുള്ള ആ പൊളിനോമിയൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവായ d square y by dx സ്ക്വയറിൻ്റെ മാക്സിമം പവർ ഇസ് ഈക്വൽ ടു 1 ആണ്. ദെർഫോർ ഡിഗ്രി അതുകൊണ്ട് തന്നെ ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 1. നെക്സ്റ്റ് example 3 d square y by dx square minus of 1 plus dy by dx whole square whole raised to 3 by 2 മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ അനലൈസ് ചെയ്തു whole raised to 3 by 2 whole raised to 3 by 2 okay equal to 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതിനകത്ത് d square y by dx square എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 1 plus dy by dx whole square whole raised to 3 by 2 എന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d square y by dx square ആണ്. അതുകൊണ്ട് തന്നെ ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d square y by dx square ആയതുകൊണ്ട് ഓർഡർ 2 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അയാളുടെ ഡിഗ്രിയെക്കുറിച്ച് പറയും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം പവർ 1 ആണ്. പക്ഷേ ഡിഗ്രി ഈ കേസിൽ നമുക്ക് 1 എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അതിനോട് കൂടെ വരുന്ന ടേമിന് പവർ റാഷണൽ പവറാണ്. റാഷണൽ പവറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റിജർ പവറിലേക്ക് കൊണ്ടുവരണം. ഈ റാഷണൽ പവറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ടേമിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയായി മാറും, d square y by dx square is equal to 1 plus dy by dx whole square whole raised to 3 by 2. okay now ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും റാഷണൽ പവർ അവിടെ കിടക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. ആ റാഷണൽ പവർ 3 by 2 ആണ്. ആ 3 by 2നെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ 3 by 2നെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ 2നെ ഒഴിവാക്കിയേക്കാം. ആ 2 ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് വളരെ സിമ്പിളായിട്ട് സ്ക്വയർ ചെയ്താൽ മതി. രണ്ട് സൈഡിലും സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് എന്ത് വന്നു, d square y by dx square whole square is equal to 1 plus dy by dx whole square whole raised to 3 by 2 whole square whole raised to 3 by 2 whole square. See, ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒന്നുകൂടെ നമുക്ക് മാറ്റി എഴുതാം. ലെഫ്റ്റ് സൈഡിൽ d square y by dx square തന്നെ whole square. റൈറ്റ് സൈഡിൽ whole raised to 3 by 2 whole square. ഈ 2 2 ക്യാൻസൽ ചെയ്തിട്ട് ഹോൾ ക്യൂബിലേക്ക് വരും. അത് is equal to 1 plus dy by dx whole square whole raised to 3 by 2 ന് പകരം ആര് വരും, 3 വരും. Now this is okay. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ്സ് ഉണ്ട്, പോളിനോമിയൽ ഇക്വേഷൻസ് ആണ്. എല്ലാ പവറും റാഷണൽ പവറിൽ നിന്ന് മാറി ഇൻറ്റിജർ പവറിലേക്ക് വന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഓർഡറും ഡിഗ്രിയും ഇനി നമുക്ക് പറയാം. ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓർഡർ എന്താ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്. അതുപോലെ തന്നെ ഡിഗ്രി നിങ്ങൾ നോക്ക്, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം, ആ മാക്സിമം പവർ 2 ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് പറയാൻ സാധിക്കും ഓർഡർ 2 ആയ ഡിഗ്രിയും 2 ആയ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ 4 കൂടെ ഞാൻ ചെയ്യുന്നു ഈ രീതിയിൽ തന്നെ. അതിനകത്ത് d²y/dx² പകരം ഞാനിവിടെ കൊടുക്കുന്നത് y ട്രിപ്പിൾ ഡാഷ് is equal to 1 plus y dash square whole raised to 3/5 ആക്കി. whole raised to 3/5. സേ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നേരത്തെ ഉള്ള പോലെ തന്നെ എക്സാമ്പിൾ 3ൽ നമ്മൾ പറഞ്ഞ പോലെ d²y/dx² ഒരു സൈഡിലും ഓപ്പോസിറ്റ് സൈഡിൽ കോമ്പിനേഷൻ ഓഫ് ടേം വരികയും അവരുടെ മാക്സിമം പവറാണ് 3/2. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് മനസ്സിലാക്കാം. അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആരാ? ഇയാൾ y ഡാഷ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാണ്, ഇവിടെ y ട്രിപ്പിൾ ഡാഷ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവാണ്, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് y ട്രിപ്പിൾ ഡാഷ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് പറയാൻ പറ്റും ഓർഡർ ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? 1 ആയിട്ട് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇവിടെ നമുക്ക് ആര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? റൈറ്റ് സൈഡിൽ റാഷണൽ പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിൽ റാഷണൽ പവർ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ ഇൻറ്റിജർ പവർ ചെയ്യണം. ആ ഇൻറ്റിജർ പവർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഹോൾ റേസ്റ്റ് 5 രണ്ട് സൈഡിലും ചെയ്യണം. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 5നെ അവിടുന്ന് ഒഴിവാക്കണം നമുക്ക്. അപ്പോൾ പവറിങ് വിത്ത് 5 ആ 5 കൊണ്ട് പവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡ് y ട്രിപ്പിൾ ഡാഷ് ഹോൾ റേസ് ടു 5 is equal to 1 plus y dash whole square whole raised to 3/5 whole raised to 5. ലെഫ്റ്റ് സൈഡിൽ y ട്രിപ്പിൾ ഡാഷ് ഹോൾ റേസ് ടു 5 തന്നെ വരും. റൈറ്റ് സൈഡിൽ ഈ 5 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 5 മിസ് ചെയ്തിട്ട് ഹോൾ ക്യൂബായി മാറും. എന്താ വരുന്നത്? 1 plus y dash ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/5 പകരം ഹോൾ ക്യൂബായി മാറും. നൗ ദിസ് ഈസ് ഓക്കെ. സേ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എല്ലാ പവേഴ്സും ഇൻറ്റിജർ പവേഴ്സ് ആക്കി. ഇനി വേണമെങ്കിൽ ഇയാളെ നമുക്ക് a+b ഹോൾ ക്യൂബ് ഫോമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാം. ഇനി എക്സ്പാൻഡ് ചെയ്താലും ഇതിൽ കിടക്കുന്ന മാക്സിമം ഓർഡർ ഡെറിവേറ്റീവ് 3 ആണ്. അതിൻ്റെ പവറിനെയാണ് നമുക്ക് ഡിഗ്രിക്ക് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് പ്രയാസമില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ മാക്സിമം പവർ ചെയ്താൽ മതി. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 3 ആയതുകൊണ്ട് തന്നെ y ട്രിപ്പിൾ ഡാഷിൻ്റെ പവർ 5 ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. ഡിഗ്രി ഈസ് ഈക്വൽ ടു 5. നൗ ഈ രണ്ട് ഏറ്റവും അവസാനം പറഞ്ഞ എക്സാമ്പിൾ 3യെയും എക്സാമ്പിൾ 4നെയും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ എക്സാമ്പിൾ 3ക്കകത്ത് നമ്മൾ d²y/dx² ഈക്വൽ ടു 1 plus y dash whole raised to 1 plus y dash square whole raised to 3/2. ലെഫ്റ്റ് സൈഡിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലെ ടേമിൻ്റെ ഹോൾ പവറായിട്ട് ഏറ്റവും ഹോൾ പവറായിട്ട് വരുന്നത് ഹോൾ പവർ 3/2 റാഷണൽ പവർ എക്സിസ്റ്റ് ചെയ്യുന്നു. ആ വരുന്ന സമയത്ത് ഡിഗ്രി വരുന്നത് 2 ആയിട്ടാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇനി എക്സാമ്പിൾ 4ലേക്ക് നിങ്ങൾ നോക്കി നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ y ട്രിപ്പിൾ ഡാഷ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ റാഷണൽ പവർ എക്സിസ്റ്റ് ചെയ്യുന്നു. 3/5 എക്സിസ്റ്റ് ചെയ്യുന്നു. 3/5 എക്സിസ്റ്റ് ചെയ്താൽ നമ്മളെന്താ വരുന്നത്? ആ റാഷണൽ പവറിൻ്റെ ഡിനോമിനേറ്റർ എക്സാമ്പിൾ 3ൽ 2 ആയിരുന്നു, എക്സാമ്പിൾ 4ൽ 5 ആണ്. ആ റാഷണൽ പവറിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ പവർ ചെയ്യും. നമ്മൾ പവറിങ് വിത്ത് ബോത്ത് സൈഡ്സ്.
പവറിംഗ് വിത്ത് 5 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന റാഷണൽ പവർ പോയിട്ട് ഇൻറ്റിജർ പവറിലേക്ക് വരും. പക്ഷേ നമുക്കിവിടെ ഏറ്റവും സൗകര്യം ലെഫ്റ്റ് സൈഡിലാണ് ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വരുന്നത്. ആ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻഡിവിജ്വലായിട്ട് തനിച്ച് നിൽക്കുക. അപ്പോൾ പുള്ളിയുടെ പവർ എന്തായി മാറുന്നത്? ഹോൾ റൈസ് ടു 5 ആവുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി എന്താ വരുന്നത്? 5 വരുന്നു. അപ്പോൾ ഈ രണ്ടിൻ്റെയും ആദ്യത്തെ എക്സാമ്പിൾ 3-കകത്ത് ഡിഗ്രി 2 വരുന്നത്. എക്സാമ്പിൾ 4-ൽ ഡിഗ്രി 5 വരുന്നത്. ഡിഗ്രി 2 എന്ന എക്സാമ്പിൾ 3-ൽ ഡിഗ്രി 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിനോമിനേറ്റർ ഓഫ് ദ റാഷണൽ പവർ. ഇവിടെ ഡിഗ്രി 5 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഓഫ് ദ റാഷണൽ പവർ ആണ്. അപ്പോൾ വളരെ സിമ്പിളായുള്ളൊരു നിരീക്ഷണം ഈ രണ്ട് എക്സാമ്പിൾസും നമുക്ക് നടത്താൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഈക്വൽ ടു സൈനിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രം നിൽക്കുകയും ഓപ്പോസിറ്റ് സൈഡിൽ ടേംസിന് റാഷണൽ പവർ വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ റാഷണൽ പവറിൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കും ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നോക്കൂ, ഈ രണ്ട് എക്സാമ്പിൾസും അനലൈസ് ചെയ്യുന്ന സമയത്ത് d²y/dx² ഇവിടെ ഉണ്ട്. d²y/dx² ആണ് ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഓപ്പോസിറ്റ് സൈഡിൽ റാഷണൽ പവർ കിടക്കുന്നത്. ആ റാഷണൽ പവറിൻ്റെ ഡിനോമിനേറ്ററായ 2 ആയിരിക്കും ആരെന്ന് പറയുന്ന ഡിഗ്രി. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു സൈനിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ഓപ്പോസിറ്റ് സൈഡിൽ റാഷണൽ പവർ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഓഫ് ദ റാഷണൽ പവർ ആയിരിക്കും. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. 1+ എക്സാമ്പിൾ 5 1+ y dash 1+ y dash plus y double dash whole raised to 3/5 is equal to y triple dash is equal to y triple dash. നിങ്ങൾ നോക്കി നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഡെറിവേറ്റീവ്സ് നമ്മൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. റൈറ്റ് സൈഡിൽ y ട്രിപ്പിൾ ഡാഷ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ആ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് തനിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് തനിച്ച് കിടക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെ റാഷണൽ പവറിൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കും ഡിഗ്രി. റാഷണൽ പവറിൻ്റെ ഡിനോമിനേറ്റർ ആരാ? 5. ഡിഗ്രി ആരായിരിക്കും? 5 ആയിരിക്കും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറിനെ കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർഡർ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 3 ആണ്. അതിൻ്റെ ഡിഗ്രിയെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്താ വരുന്നത്? പവറിങ് വിത്ത് 5. പവറിങ് വിത്ത് 5 കൊണ്ട് പവർ ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്? 1+ y dash plus y double dash whole raised to 3/5 whole raised to 5 is equal to y triple dash whole raised to 5. ഇത് ലെഫ്റ്റ് സൈഡിൽ 1+ y dash plus y double dash whole raised to 3/5 5 ക്യാൻസൽ ചെയ്തിട്ട് ഹോൾ ക്യൂബിലേക്ക് വരും. റൈറ്റ് സൈഡിൽ ആര് വരുന്നത്? y triple dash whole raised to 5ലേക്ക് വരും. നിങ്ങൾ നോക്കി നോക്കൂ, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ സൈഡിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം പവർ 3 വരിക. അതുപോലെ തന്നെ എല്ലാം ലെസ്സർ ഓർഡർ ഡെറിവേറ്റീവ്സാണ്. അതുകൊണ്ട് ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാ വരുന്നത്? y ട്രിപ്പിൾ ഡാഷാണ് വരുന്നത്. ആ y ട്രിപ്പിൾ ഡാഷ് ഒറ്റത്തവണ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങേരുടെ മാക്സിമം പവർ 5 ആണ്. ദർഫോർ ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 5 ആയിരിക്കും. സോ ദിസ് ഈസ് എ തേർഡ് ഓർഡർ 5th ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ചെയ്യാം ഈ ടൈപ്പിൽ.
ഈ ടൈപ്പിൽ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകുന്ന സമയത്ത് എക്സാമ്പിൾ 6 പോകുന്ന സമയത്ത് 1 plus y dash plus y double dash whole raised to 3/2 equal to y triple dash plus y dash. നേരത്തെ പറഞ്ഞാൽ ഇവിടെ സിംഗിൾ ടേമിന് പകരം ഒന്നിൽ കൂടുതൽ ടേംസ് വന്നു. പക്ഷേ എന്നാൽ പോലും ലെഫ്റ്റ് സൈഡിൽ വരുന്ന കക്ഷികളെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഉണ്ട്. റൈറ്റ് സൈഡിൽ വരുന്ന കക്ഷികളെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വരുന്നത് റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ റാഷണൽ പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് 3/2 അല്ലേ. അപ്പോൾ നോക്ക്, റാഷണൽ പവറിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആരെ ചെയ്തു? സ്ക്വയർ ചെയ്തു. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അങ്ങനെ രണ്ട് സൈഡ്സിലും നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? ഈ സൈഡിൽ 1 plus y dash plus y double dash whole raised to 3/2 whole raised to 2 whole square is equal to y triple dash plus y dash whole square. See what will happen? എന്താണ് അതിനുശേഷം സംഭവിക്കുന്നത്? 1 plus y dash plus y double dash whole raised to 3/2 whole power 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ക്യൂബ് കിട്ടും. ഈ സൈഡിൽ ആര് വരും? y triple dash plus y dash whole square. ഇവിടെ നമുക്ക് ഇത് ലെസർ ഓർഡർ ഡെറിവേറ്റീവ്സാണ്. അപ്പോൾ ഡിഗ്രി കാണുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ഹയർ ഓർഡർ ഡെറിവേറ്റീവ്, ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് y triple dash ആണ്, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. ആ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അയാൾക്ക് എക്സിസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം പവർ ഹോൾ സ്ക്വയറാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരാ വരുന്നത്? y triple dash ഹോൾ സ്ക്വയർ പ്ലസ് 2y triple dash y dash 2y triple dash y dash plus y dash സ്ക്വയർ. അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് y triple dash ആ. y triple dash 2 തവണ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പോളിനോമിയൽ ഇക്വേഷനാണ്. y ഡാഷിലും y ഡബിൾ ഡാഷിലും y triple ഡാഷിലുള്ള ആ പോളിനോമിയൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവായ y triple dash ആണ്. ആ y triple ഡാഷിൻ്റെ മാക്സിമം പവർ 2 ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. ദിസ് ഈസ് എ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്സിൻ്റെ മാക്സിമം പവർ 2 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ദിസ് എ തേർഡ് ഓർഡർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈപ്പിലുള്ള നമ്മൾ റാഷണൽ പവേഴ്സിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയിട്ട് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വരുന്ന പാർട്ടിനെ നമ്മൾ മനസ്സിലാക്കുക. ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പാർട്ടിലല്ല റാഷണൽ പവർ കിടക്കുന്നതെങ്കിൽ ആ റാഷണൽ പവറിൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കും നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചുള്ള കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ 1, d³ dx cube minus 1 plus d square y by dx square whole raised to 5/3 equal to 0. Second question, y into dy by dx whole square plus 2x into dy by dx minus y is equal to 0. Third question, x³ y triple dash into y dash plus 2e raised to x y double dash is equal to x square plus 2y square. Next question, dou square z by dou x square plus dou square z by dou y square equal to 0. The partial differential equation ആണ്. The last question is 1 plus y double dash whole cube equal to 1 plus y dash.
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബേസിക് സയൻസിലും എൻജിനീയറിങ്ങിലും ഈവൻ എക്കണോമിക്സിലും വരെ വല്ലാണ്ട് ഡിസ്കസ് ചെയ്യുന്ന പാർട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ വളരെ ബേസിക്കായുള്ള കോൺസെപ്റ്റുകളാണ് ഓർഡർ എന്ന് പറയുന്നു, ഡിഗ്രി എന്ന് പറയുന്നു. ഈ ഓർഡർ എന്ന് പറയുന്ന, ഡിഗ്രി എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയർ ടേംസിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഡിഫറൻഷ്യൽ ഇക്വേഷന് നമ്മൾ ആത്യന്തികമായിട്ട് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പാർട്ടിലൂടെ, സെഷൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സെഷനിലൂടെ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.